സംഭവം നല്ലൊരു ഹൈ പ്രോട്ടീൻ റെസിപ്പിയാണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇഫാ ചിക്കൻ ഞാൻ ഇവിടെ 2 രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഒരെണ്ണം ഗ്രീൻ മസാലയിലും ഒരെണ്ണം റെഡ് മസാലയിലും ഉണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. ലെറ്റ്സ് ഗോ. ഞാൻ ഇവിടെ ഒട്ടും എരിവില്ലാത്ത 5 നീളമുള്ള വലിയ പച്ചമുളക് എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ കട്ട് ചെയ്ത് നേരെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പിടി മല്ലിയിലയും മല്ലിയിലയുടെ പകുതി ക്വാണ്ടിറ്റി മിന്റ് ലീഫും പകുതി നാരങ്ങയുടെ നീരും 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് തൊലിയില്ലാത്ത 2 ചിക്കൻ ബ്രസ്റ്റിലേക്ക് ഒരു കണ്ടെയ്നറിലോട്ട് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എരിവെള്ള പച്ചമുളകാണെങ്കിൽ നിങ്ങൾ 2 ഇട്ടാൽ മതിയാവും കേട്ടോ. നമുക്കിത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. പറ്റുമെങ്കിൽ ഓവർനൈറ്റ് ചെയ്തോ. ഇനി റെഡ് മസാല ഉണ്ടാക്കാനായിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി 3/4 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ ഉപ്പും പകുതി നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നേരത്തെ പോലെ ഒരു കണ്ടെയ്നറിലേക്ക് 2 ചിക്കൻ ബ്രസ്റ്റ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ആ ഇഫാ ചിക്കന്റെ സോസ് ഉണ്ടാക്കാനായിട്ട് 2 പുഴുങ്ങിയ മുട്ട ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് ഫാറ്റ് ഫ്രീ മോzzarella 1 സ്ലൈസ് ഫാറ്റ് ഫ്രീ ചടാർ 2 വെളുത്തുള്ളിയുടെ അല്ലി അരയാൻ വേണ്ടിയിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പാലും 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. ഇനി ആ റെഡ് ചിക്കൻ വെച്ച് മീഡിയം ഹീറ്റിലോട്ടാക്കി ഈ ഒരു സീറിയിട്ട് കഴിയുമ്പോൾ തിരിച്ചിട്ട് അടച്ചു വെച്ച് 15 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡി. ആ എക്സ്ട്രാ മസാലയൊക്കെ ചിക്കന്റെ മേളിൽ ഞാൻ പരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ആ ക്രീമി ചീസി സോസും കൂടെ ചിക്കന്റെ മേളിൽ പരട്ടി കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി. ഗ്രീൻ മസാലയിലുള്ള ചിക്കനും ഞാൻ നേരത്തെ കുക്ക് ചെയ്ത പോലെ തന്നെ കുക്ക് ചെയ്തത്. ഞാൻ ഉപയോഗിച്ച പച്ചമുളക് ഒട്ടും എരിവില്ല, പക്ഷെ നല്ല ഫ്ലേവർ ആണ് കേട്ടോ. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ചിക്കനിലേക്ക് മസാലയൊക്കെ പരട്ടി ആ ക്രീമി ചീസി സോസും കൂടെ ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഗ്രീൻ ചിക്കനും റെഡി. വെറുതെ ഹൈപ്പിന് ആൾക്കാർ പറയണതാണോ എന്താണെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കുറെ നാളായിട്ടുള്ള എന്റെ ജോലി തിരക്ക് കാരണം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വീഡിയോ ഇടൽ ചെറിയൊരു ടാസ്ക് ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. എന്തായാലും നമ്മൾ ഇഫാ ചിക്കൻ കഴിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഞാനിവിടെ ചോറും കുറച്ച് സാലഡും കൂടെ കൂട്ടിയിട്ടാട്ടോ കഴിക്കുന്നത്. റെഡ് ചിക്കൻ എടുത്തിട്ട് മേളിൽ കുറച്ച് ചോറും ആ പിക്കിൾഡ് ക്യാപ്സിക്കം ഒണിയനും ഒക്കെ വെച്ചിട്ടുള്ളത് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഉപ്പ് കേട്ടോ. ഗീല് സിയർ ചെയ്ത് എന്റെ ടേസ്റ്റ് ശരിക്കും കിട്ടണം കേട്ടോ. നമ്മുടെ ഗ്രീൻ മസാലയിലുള്ള ചിക്കൻ എടുത്ത് നോക്കാം. ഇതൊക്കെ ഇച്ചിരി ചോറും ആ പിക്കിളും കൂടെ വെച്ചിട്ട് ഗ്രീൻ മസാലയുടെ കൊള്ളാട്ടോ. ആ മിന്റ് ലീഫ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല റിഫ്രഷിങ് ഉണ്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.